US-ഇറാൻ ആണവ ചർച്ച തുടരുന്നു. അടുത്ത റൗണ്ട് പരോക്ഷ ചർച്ച ഞായറാഴ്ച മസ്കറ്റിൽ വെച്ച് നടത്തും. ഒമാൻ്റെ മധ്യസ്ഥതയിലാണ് ചർച്ചകൾ നടത്തുന്നത്. ഏപ്രിലാണ് US-ഇറാൻ ആണവ ചർച്ചകൾ തുടങ്ങിയത്. നേരിട്ടുള്ള ചർച്ചകളല്ല, ഒമാൻ്റെ മധ്യസ്ഥതയിൽ പരോക്ഷ ചർച്ചകളാണ് നടത്തുന്നത്. ഇതുവരെ ഇരു രാജ്യങ്ങളും 5 റൗണ്ട് പരോക്ഷ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 3 സെഷനുകൾ മസ്കറ്റിലും 2 സെഷനുകൾ റോമിലുമാണ് നടന്നത്. എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും ഇറാൻ നിർത്തലാക്കണമെന്നാണ് US-ൻ്റെ ആവശ്യം. എന്നാൽ പൂർണ്ണമായും നിർത്താനാവില്ലെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇതാണ് ചർച്ചകളിലെ ഒരു പ്രധാന തടസ്സമായി തുടരുന്നത്. ആണവ നിർവ്യാപന ഉടമ്പടി പ്രകാരം യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് ഇറാൻ്റെ നിലപാട്. അതിനാൽ ഇറാൻ ഈ വ്യവസ്ഥയെ ശക്തമായി എതിർക്കുന്നുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുകയാണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ പരിധിക്കുള്ളിലാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ഏറ്റവും പുതിയ ത്രൈമാസ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്നാണ് സംഘർഷം കൂടുതൽ രൂക്ഷമായത്. ഇറാൻ തങ്ങളുടെ സമ്പുഷ്ടമായ യുറേനിയത്തിൻ്റെ ശേഖരം ഗണ്യമായി വർദ്ധിപ്പിച്ചതായി UN ആണവ നിരീക്ഷണ സംഘം അവകാശപ്പെട്ടു. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് ഇറാൻ തള്ളിയിട്ടുണ്ട്. അതിനിടെ ഇറാനുമായുള്ള ചർച്ചയിൽ ട്രംപ് സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഇറാൻ നിർത്തുമെന്ന കാര്യത്തിൽ തനിക്ക് ആത്മവിശ്വാസമില്ലെന്നാണ് ട്രംപ് ഒരു അഭിമുഖത്തിൽ ബുധനാഴ്ച പറഞ്ഞത്. ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നതിനാണ് ട്രംപ് പുതിയ ആണവ കരാർ വേണമെന്ന് ആവശ്യപ്പെടുന്നത്. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനെതിരെ ബോംബാക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തിങ്കളാഴ്ച വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഇറാനെക്കുറിച്ച് ചർച്ച നടത്തിയതായും ഇറാനുമായുള്ള ചർച്ചകൾ കഠിനമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് ഇസ്രായേലും വാദിക്കുന്നത്. കുറച്ച് മാസം മുമ്പ് എനിക്കുണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ എനിക്ക് ആത്മവിശ്വാസം കുറവാണ്. അവർക്കെന്തോ സംഭവിച്ചു. ഒരു കരാർ ഉണ്ടാകുമെന്നതിൽ എനിക്ക് വളരെ ആത്മവിശ്വാസമില്ല, ട്രംപ് പറഞ്ഞു. ഒരു കരാറിലെത്തിയാലും ഇല്ലെങ്കിലും ഇറാനെ ആണവായുധം കൈവശം വയ്ക്കാൻ US അനുവദിക്കില്ലെന്ന് ട്രംപ് ആവർത്തിച്ചു. എന്നാൽ യുദ്ധം കൂടാതെ ആളുകൾ മരിക്കാതെ അത് ചെയ്യുന്നതാണ് നല്ലത്. അത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഒരു കരാർ ഉണ്ടാക്കാൻ അവർക്ക് അതേ ആവേശം തോന്നുന്നില്ല, ട്രംപ് കുറ്റപ്പെടുത്തി. അതിനിടെ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ച് ഇറാന് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് ഇറാൻ്റെ ഉന്നത കമാൻഡർ പറയുന്നത്. ഈ വിവരങ്ങൾ കൃത്യതയോടെ ആക്രമിക്കാനുള്ള ഇറാൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുന്നതായും കമാൻഡർ അവകാശപ്പെട്ടു. ഇസ്രായേലിൻ്റെ ഏറ്റവും രഹസ്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഭാവി മിസൈൽ ആക്രമണങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് IRGC മേധാവി ജനറൽ ഹുസൈൻ സലാമിയാണ്. പുതിയ നീക്കത്തെ ഗെയിം ചേഞ്ചർ എന്നാണ് ജനറൽ വിശേഷിപ്പിച്ചത്. ഇറാനെ US-ഉം ഇസ്രായേലും ഭയപ്പെടുന്നുണ്ടെന്നത് വ്യക്തം. യമനെയോ ലെബനനെയോ ഗസയെയോ ആക്രമിക്കുന്ന അത്ര ലാഘവത്തോടെ ഈ രാജ്യങ്ങൾ ഇറാനെ ആക്രമിക്കില്ല. ഇറാൻ്റെ പുതിയ വെളിപ്പെടുത്തൽ ആശങ്ക ഉയർത്തുന്നതാണ്. ഇറാനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് US-ഉം ഇസ്രായേലും മുന്നോട്ട് പോകുന്നത്. ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ അതിശക്തമായ തിരിച്ചടി തന്നെ ഇറാൻ നൽകും. ഇറാൻ അവകാശപ്പെടുന്നത് പോലെ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ അത് കൈവിട്ട കളിയാകുമെന്നുറപ്പാണ്.